കൊച്ചി സ്വർണ്ണ സമ്പാദ്യ തട്ടിപ്പ് കേസിലെ പ്രതികൾ പിടിയിലായി. ആതിര ഗോൾഡ് ഉടമകൾ വള്ളിപ്പുറം സ്വദേശികളായ ആന്റണി, ജോൺസൺ, ജോബി, ജോസഫ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. YS അഭിനന്ദ് ടെലിഫോണിൽ ചേരുന്നു. അഭിനന്ദ്, എപ്പോഴാണ് പിടിയിലായത്? അവരുടെ പേരിലുള്ള പ്രധാനപ്പെട്ട കുറ്റങ്ങൾ എന്തൊക്കെയാണ്? SKN ബാദ്യവല തട്ടിപ്പിന് പിന്നാലെ കൊച്ചിയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ് ഉണ്ടായിരുന്നതായിട്ട് പ്രാഥമികമായി പോലീസ് ശേഖരിച്ച കണക്ക് പ്രകാരം 500-ലധികം പരാതികളായിരുന്നു ഈ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹൈക്കോടതിയിൽ കവലയിൽ പ്രവർത്തിക്കുന്ന ആതിര ഗോൾഡ് ഉടമകൾക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് എറണാകുളം സെൻട്രൽ പോലീസിന് പിടിയിലായത്. പള്ളിപ്പുറം സ്വദേശികളായ ആന്റണി, ജോൺസൺ, ജോബി, ജോസഫ് എന്നിവരെയാണ് പിടിയിലാക്കിയത്. ഇതിനോടൊപ്പം തന്നെ ഈ ആതിര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ നിന്നും പൂട്ടിപ്പോയതൊക്കെ കാണിച്ചുകൊണ്ട് ഒരുപാട് പരാതികൾ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 115 കോടിയോളം രൂപയായിരുന്നു ഇവർക്ക് കടമായി ഉണ്ടായിരുന്നു. ഇവിടെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നിന്നായിരുന്നു 115 കോടി രൂപയോളം കടമെടുത്തത്. 70 കോടി രൂപയുടെ മാത്രം ആസ്തിയുള്ളതായിട്ടും പോലീസ് കണ്ടെത്തിയിരുന്നു. എല്ലാവർക്കും 6 മാസത്തിനകം പണം തിരികെ നൽകാമെന്നായിരുന്നു സ്ഥാപന ഉടമകൾ അറിയിച്ചത്. സ്ഥാപന ഉടമകളുടെ വീടിന് മുന്നിൽ വലിയ പ്രതിഷേധവും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. നിലവിൽ ആ സമയത്ത് പരാതി ലഭിക്കാത്തതിനാലായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കാതിരുന്നത്. പക്ഷേ പരാതിയുടെ എണ്ണം കൂടിയതോടുകൂടി സെൻട്രൽ പോലീസ് ഇവരെ നേരിട്ട് തന്നെ എത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോവുകയായിരുന്നു. ഈ ബാങ്കിന് മുന്നിലും ഈ ജ്വല്ലറിക്ക് മുന്നിലും വീടിന് മുന്നിലും ഇതിനോടകം തന്നെ ഒരുപാട് ആളുകൾ പ്രതിഷേധവുമായി എത്തി. ആ പ്രതിഷേധത്തിന് പിന്നാലെയാണ് സെൻട്രൽ പോലീസ് ഈ 4 പേരെ, ഉടമകളായ 4 പേരെ ഇപ്പോൾ അറസ്റ്റിലാക്കിയിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു YS അഭിനന്ദ്. കോട്ടക് മഹേന്ദ്ര ഒക്കെ 120 കോടി രൂപ ഇവർക്ക് കടമായി കൊടുത്തു എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് നെറ്റ്വർക്ക് ആരംഭിക്കുമ്പോൾ ഒരു ലോണിനായിട്ട് പല ബാങ്കുകളുടെയും പടി കയറി ഞാൻ ഓർമ്മിച്ചു പോയി. എന്തെല്ലാം ചോദ്യങ്ങളാണെന്നറിയോ അവർ ചോദിക്കുന്നത്. നമ്മൾ 30 കോടി ചോദിച്ചാൽ പോലും കിട്ടാനില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സ്വർണ്ണക്കട തുടങ്ങാൻ 120 കോടി കൊടുത്തിരിക്കുന്നു. നടക്കട്ടെ.